ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ആസിഡുകളും ബേസുകളും എന്ന യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടൺ നോട്ട്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാ എക്സ്പ്ലനേഷനും അതിലെ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ നോട്ടിൽ എഴുതാൻ പറ്റുന്ന എക്സ്ട്രാ നോട്ട്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എന്താണ് ആസിഡുകൾ എന്ന് നോക്കാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഇനി എന്താണ് ബേസുകൾ എന്ന് പറഞ്ഞാൽ? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ബേസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതും ബേസുകൾ ചുവപ്പിനെ നീലയാക്കുന്നതും. ഓക്കെ, ഇനി എന്താണ് സൂചകങ്ങൾ? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ, ഉദാഹരണം ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു സൂചകമാണ്. ഇനി ഒരു ചോദ്യം നോക്കാം. നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളുടെ പേരെഴുതണം. 1 ഫിനോൾഫ്താലിൻ, 2 മീഥൈൽ ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട 2 സൂചകങ്ങളാണ്. ലാബിലാണ് സാധാരണയായിട്ട് ഇവ ഉപയോഗിക്കാറുള്ളത്. ഇനി ആസിഡിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ചും ബേസിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത് ഫിനോൾഫ്താലിനുമാണ്. ഓക്കെ, അടുത്തത് പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? ഓക്കെ, പാല് തൈരാകുന്നത് എന്ന് പറയുന്നത് അവിടെ ഒരു ആസിഡ് സ്വഭാവമാണ്, കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. പാലിനെ തൈരാക്കി മാറ്റാൻ അതിൽ അല്പം തൈര് ചേർക്കുന്നു. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ഓക്കെ, അപ്പോൾ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത്. അടുത്ത ചോദ്യം, രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1 മണത്ത് നോക്കാൻ പാടില്ല, അതുപോലെ രുചിച്ചു നോക്കരുത്, ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം, കൈകൊണ്ട് തൊടരുത്, ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കുക, കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആസിഡുമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസിഡുമായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡ് വീണാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ മേലെ എവിടെയെങ്കിലും ആസിഡ് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ഡോക്ടറെ കാണിക്കുകയും വേണം. അപ്പോൾ ആസിഡ് വീണ് കഴിഞ്ഞാൽ പൊള്ളുകയാണ് ചെയ്യുക. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മളിതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അച്ചാറിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അച്ചാറുകൾ സാധാരണയായിട്ട് ഗ്ലാസ് ജാറുകളിലാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. തൈര്, മോര് ഇവ സൂക്ഷിക്കാനും നമ്മൾ കറികൾ ഉണ്ടാക്കാനും മൺപാത്രങ്ങളൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നതും അതിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം ലോഹപാത്രങ്ങൾ നമുക്കറിയാം, ലോഹങ്ങൾ പെട്ടെന്ന് തന്നെ ആസിഡുമായിട്ട് റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഡുകളും ലോഹങ്ങളും തമ്മിലുള്ള പരീക്ഷണമാണ്. ലക്ഷ്യം ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ അസറ്റിക് ആസിഡ്, മഗ്നീഷ്യം, ടെസ്റ്റ് ട്യൂബ് എന്നിവയാണ്. പരീക്ഷണ രീതി: ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ 1/4 ഭാഗം വിനാഗിരി എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗം നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് അല്പനേരം അടച്ചു പിടിക്കുക. ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ചു പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിൻ്റെ കഷ്ണം ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം തള്ളവിരൽ മാറ്റുക. ഇനി ഇതിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വന്നു. തീ കാണിച്ചപ്പോൾ ഒരു ചെറു ശബ്ദത്തോടെ വാതകം കത്തുന്നു. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം അഥവാ നിഗമനം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിക്കുകയും ഹൈഡ്രജൻ വാതകം ഉണ്ടാവുകയും ചെയ്യുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ മറ്റേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൂട്ടുകാർക്ക് എന്തെങ്കിലും നോട്ട്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രയും വേഗം അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.